ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫോറസ്റ്റ് കേരളയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഫയേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു റിവ്യൂ ആണ്. അവരുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അവരുടെ പ്ലാനുകൾ, നമുക്ക് എങ്ങനെ അക്കൗണ്ട് പർച്ചേസ് ചെയ്യാം, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത്, നമ്മളൊരു ഫണ്ടഡ് അക്കൗണ്ടൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ഫോക്കസ് ചെയ്യേണ്ടത് അവരുടെ പ്രൈസിലായിരിക്കരുത്. നിങ്ങൾ ഒരിക്കലും പ്രൈസ് മീൻസ് ഇപ്പോൾ ഒരു 50 ഓഫർ ചെയ്യുന്ന പല കമ്പനികളും ഉണ്ടാവും, നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് ഓഫർ ചെയ്യുന്ന കമ്പനികളുണ്ടാവും. അത്രയും കാര്യങ്ങൾ ഫസ്റ്റ് നോക്കാതെ ആദ്യം തന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ഒരു അക്കൗണ്ട് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ പേ ഔട്ട് നൽകുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒത്തിരി പാരാമീറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നിലവിലിപ്പോൾ എന്താ പറയുക, ട്രസ്റ്റ് പൈലെല്ലാം കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ എന്താണ് നിലവിലത്തെ അവസ്ഥ, നിലവിൽ അടുത്ത ദിവസങ്ങൾ എന്തെങ്കിലും പേ ഔട്ട് റിജക്റ്റ് ചെയ്തിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ട്രസ്റ്റ് പൈലറ്റിൽ കയറി റിവ്യൂ ഇടും. അപ്പോൾ അത് നിങ്ങളെപ്പോഴും നോക്കി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇന്നിപ്പോൾ നോക്കുന്ന ഈ കമ്പനിയുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെ ഇതാണ് സൈറ്റിൻ്റെ ഇത് വരുന്നത്. നമുക്കിവിടെ നോക്കി ഇനി അറിയാം, 2016 കമ്പനി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കമ്പനിക്ക് ഉള്ള പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബൂട്ട് ക്യാമ്പ് കാണും, അതുപോലെ തന്നെ ഹൈപ്പർ ഗ്രോത്ത് കാണും, ഹൈ സ്റ്റേക്ക് കാണും, അതുപോലെ തൊട്ട് താഴെ സ്റ്റോക്ക് ട്രേഡിംഗ് കാണും. നമ്മൾ നോർമലി നമ്മളത് അത്രയും പേര് സ്റ്റോക്കിനകത്ത് അത്രയും ഇതില്ല. അതൊരു സബ്സിഡിയറി കമ്പനിയാണ്. അവരുടെ വേറൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് അവർ നേരെ അത് പോകുന്നത്, വെബ്സൈറ്റിലേക്കാണ് അത് നേരെ പോകുന്നത്. നമുക്ക് ഈ ഒരു 3 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞാൽ ഇതൊരു 2016 ഒരു കമ്പനിയാണെന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു ട്രസ്റ്റ് പൈലറ്റിൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് ഏകദേശം 91% 5 സ്റ്റാർ ഇതാണ് റിവ്യൂ ആണ് ആൾക്കാർ നൽകിയേക്കുന്നത്. 1 സ്റ്റാർ നൽകിയേക്കുന്നത് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം 2% ഉള്ളൂ. നമ്മൾ മറ്റ് കമ്പനികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ നോക്കിയ കമ്പനികൾ ഗോഡ് ഫണ്ടഡ് ഒക്കെ നോക്കിയപ്പോൾ ഏകദേശം 31% ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു കമ്പനി നമുക്ക് 2% ആണ് നമുക്ക് ഇവിടെ കാണുന്ന ഇതിൻ്റെ റിവ്യൂവിൽ വരുന്ന ഇത്. 1 സ്റ്റാർക്ക് ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് ഇട്ടേക്കുന്ന റിവ്യൂ ആണ് കാണുന്നത്. അതുപോലെ തന്നെ അവരുടെ പേ ഔട്ട് കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റെപ്പ് ബൈ ആയിട്ട് തന്നെ സ്റ്റെപ്പ് നോക്കാം. കസ്റ്റമർ സർവീസ്, അവരുടെ കസ്റ്റമർ സർവീസിനെ കുറിച്ച് നമുക്ക് പറയാതെ വയ്യ. നമുക്ക് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇവിടെ ഒരു ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷനിൽ നമുക്കൊരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ഇവർ നമ്മുടെ മെയിലും ജിമെയിൽ ഐ ഡിയും ഒക്കെ വെച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ക്വിക്കിലാണ് ഇവരുടെ റെസ്പോൺസ് നമുക്ക് വരുന്നത്. ഞാനിപ്പോൾ നോക്കിയില്ല, ഏറ്റവും പല ഫേംസ് നമ്മൾ ചാറ്റിങ്ങിൻ്റെ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കമ്പനിയുടെ റെസ്പോൺസ് വളരെ പെട്ടെന്നാണ്, ക്വിക്കിലാണ്. നമുക്കൊരു 5 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഇവർ റിപ്ലൈ തരും. അതുപോലെ തന്നെ ഇവർ ഒരു ഫണ്ടഡ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക കമ്പനികളും സപ്പോർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് വെബ്സൈറ്റിൽ നിന്ന് നേരെ പിന്നെ പോകുന്നത് ഡിസ്കോഡിലേക്കാണ്. ഡിസ്കോഡിൽ ഇവർ ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈവ് അക്കൗണ്ട് എടുത്തതിന് ശേഷമാണ് നമുക്ക് അതിനകത്ത് കയറാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കൊരു കാഴ്ചക്കാരനായിട്ടിരുന്ന് പബ്ലിക്കായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഡിസ്കോഡിലില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു അക്കൗണ്ടൊക്കെ എടുത്തിട്ട് നമുക്ക് ഒരു റിക്വസ്റ്റ് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ വഴിയാണ് നമുക്ക് ഡിസ്കോഡിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉള്ളത്. നമുക്ക് ഇവരുടെ പ്ലാനുകളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൂട്ട് ക്യാമ്പ് ആദ്യം നമുക്ക് നോക്കാം. ബൂട്ട് ക്യാമ്പ് വളരെ നല്ല ഒരു പ്ലാനാണ്. നമുക്കൊരു ഫസ്റ്റ് തന്നെ നമുക്കൊരു ചലഞ്ച് എടുത്തിട്ട് ഒരു 100K ചലഞ്ച് എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ നല്ലൊരു ക്യാമ്പാണിത്. നമുക്കതിന് തുടക്കം തന്നെ നമുക്ക് വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം എമൗണ്ട് അടച്ചാൽ മതി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് സ്കെയിലപ്പ് ചെയ്ത് 2 മില്യൺ വരെയും പോകാം. നമുക്ക് തുടക്കത്തിൽ നമുക്ക് 100K എടുക്കുമ്പോൾ നമുക്ക് അക്കൗണ്ട് സൈസ് കിട്ടുന്നതിനൊക്കെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഒരു 100K അക്കൗണ്ടാണ് നമ്മൾ തുടക്കം എടുക്കുന്നതെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇനീഷ്യൽ ബാലൻസ് ആയിട്ട് അവർ തന്നത് 25K അക്കൗണ്ട് ആയിരിക്കും ഫസ്റ്റ് തരുന്നത്. ഈ ഒരു അക്കൗണ്ട് ആയിരിക്കും നമുക്ക് ബൂട്ട് ക്യാമ്പിൽ തരുന്നത്. അതിൽ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, 6% ആണ് അതിൽ വരുന്ന ടാർഗറ്റ്. ആ ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 50K അക്കൗണ്ട് ആയിരിക്കും തരിക. അതിലും ഈ പറഞ്ഞ പോലെ 6% ടാർഗറ്റ് ആണ്. ഈ ടാർഗറ്റ് കഴിഞ്ഞ് അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് 75K അക്കൗണ്ട് വരും. അതിലും നമ്മളൊരു 6% ടാർഗറ്റ് ആവണം. ഈ 3 സ്റ്റെപ്പുകളും കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് ഈ ഒരു അക്കൗണ്ടിലേക്ക് പോകാൻ, 100K അക്കൗണ്ടിലേക്ക് പോകാൻ വരുന്നത്. അപ്പോൾ നമുക്കിതിന് വന്ന ആകെ ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $95K മാത്രമേ നമുക്ക് ഇതിന് ചിലവായിട്ട് വരുന്നുള്ളൂ. നമ്മളത് പാസ്സായതിന് ശേഷം മാത്രം കൊടുത്താൽ മതി. ഈ ബാക്കി $205, ഏകദേശം $300 അടുത്ത് വരും. മറ്റു കമ്പനികളൊക്കെ ഏകദേശം $500 ആണ് 100K അക്കൗണ്ട് എടുക്കാനായിട്ട് വരുന്നത്. ഇവിടെ ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 3 സ്റ്റെപ്പ് ചലഞ്ചുകൾ പാസ്സാകണം, എന്നാൽ മാത്രമേ നമുക്ക് ലൈവ് അക്കൗണ്ടിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ മാക്സിമം ലോക്സ് എഴുതിയിട്ടുണ്ട്, 5% ആണ്. ഇപ്പോൾ 25K എത്രയാണോ 5%, ആ 5% ആണ് നമുക്ക് കിട്ടുള്ളൂ.
അതിൻ്റെ എത്ര പെർസെൻറ്റ് താഴത്തേക്ക് പോകുന്നു ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ട് ലോസ് ആയി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു $95 പോകും. അതിൽ നമുക്ക് ഇവിടെ 3 സ്റ്റെപ്പും കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ശേഷം അടച്ചാൽ മതി. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളൊരു 100K അക്കൗണ്ടൊക്കെ ഒറ്റയടിക്ക് പോയി നമ്മൾ $500 ഒക്കെ കളയുന്നതിന് പകരം നമ്മുടെ സ്കില്ലുകളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും നമുക്ക് കുറച്ച് ക്ഷമ വേണം ഈ ഒരു ചലഞ്ച് ചെയ്യാനായിട്ട്. കാരണം ഇവിടെ ആറും 12% എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം നമ്മളൊരു $3000 എടുത്ത് ഏൺ ചെയ്താൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ തിരിച്ച് ചിന്തിക്കും, മറ്റൊരു അക്കൗണ്ട് എടുത്തിരുന്നെങ്കിൽ എനിക്ക് ആ 3000 ഇത്ര പെർസെൻറ്റേജ് കിട്ടിയനല്ലോ, നേരിട്ട് ലൈവ് ആകാനല്ലോ, അങ്ങനെയുള്ള ചിന്തകളൊക്കെ വരും. പക്ഷെ അതൊന്നും വേണ്ട. നല്ല രീതിയിൽ കൊണ്ടുപോയാൽ നല്ല ഒരു ഇത് കൊടുക്കുന്ന ഒരു അക്കൗണ്ടാണത്. അതിനുശേഷം 2.1 ലാഖിൻ്റെ ഉണ്ട്, അങ്ങനെ 20K അക്കൗണ്ട്സ്, അങ്ങനെ ഓരോ അക്കൗണ്ട്സിലേക്കും ഓരോ ഇത് ഉണ്ട് അവരുടെ. അതിനുശേഷം സ്കെയിലപ്പ് പ്ലാൻ ആണുള്ളത്. സ്റ്റാർട്ട് 20K അക്കൗണ്ട് ആകുമ്പോൾ നമുക്ക് ലോസ് പെർസെൻറ്റേജ് എഴുതിയിട്ട് ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 50-50 റേഷ്യോ ആണ് നമുക്ക് പേ ഔട്ട് റേഷ്യോ വരുന്നത്. നമുക്കൊരു 100Kയിലേക്കൊക്കെ വന്നതിന് ശേഷം 75 to 25K ആണ് വരുന്നത്. 80Kയിലേക്കൊക്കെ വരുമ്പോൾ അത് ഓരോ സ്കെയിലപ്പ് പ്ലാനാണ്. നമ്മൾ സ്കെയിൽ ചെയ്ത് കൊണ്ടുപോകണം അനുസരിച്ചിരിക്കും അതിൻ്റെ ഓരോ പ്ലാനും കാര്യങ്ങൾ വരുന്നത്. ഇതിലൊരു ഡെയിലി ലോസ് നമ്മൾ നേരത്തെ പറയേണ്ട കാര്യമായിരുന്നു. ഡെയിലി ലോസ് നമുക്ക് ഫസ്റ്റ് ഫേസിലും സെക്കൻഡ് ഫേസിലും തേർഡ് ഫേസിലും ഇല്ല. നമുക്കതിനൊരു മാക്സിമം ലോസ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് 3 ഫേസിൽ. ഈ ഒരു 5% മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. നമുക്ക് ഡെയിലി വേറെ പ്രത്യേകിച്ച് നോക്കണ്ട. പക്ഷേ നമ്മൾ ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 3% എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഡെയിലി ലോസ് നമുക്ക് വരും. അപ്പോൾ ഏകദേശം $3000 നമുക്ക് ഡെയിലി ലോസ് വന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ലോസ് ആയിപ്പോൾ നമുക്ക് പരമാവധി വരുത്താൻ പറ്റുന്നത് 4%, പിന്നെ ഒരു 1% കൂടി ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഫണ്ടഡ് അക്കൗണ്ടിലേക്ക് എത്തുമ്പോൾ ഒരു 1% കുറയുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലിവറേജ് വളരെ കുറവാണ്. ഞാൻ 25K എനിക്കൊരു ലൈവ് അക്കൗണ്ട് ആവുന്ന സമയത്ത് ഇവരൊരു ബോണസ് കൊടുക്കും. 100K എടുക്കുന്നവർക്ക് ലൈവ് അക്കൗണ്ട് കിട്ടാൻ ഒരു ബോണസ് കിട്ടും. ആ ബോണസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ലിവറേജ് ഒരു ഇതാണ് ഇതിനകത്ത് 1:10 ഉള്ളൂ. നമുക്ക് ഏകദേശം 0.30 ലോട്ട് വരെ ഏറ്റവും കൂടി വന്ന് ഇടാൻ പറ്റുന്നുള്ളൂ. അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സ്റ്റെപ്പ് 2ലേക്ക് വരുമ്പോൾ 0.60 വരും. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പിലേക്ക് മാറുന്നതോറും നമുക്ക് ഇതിൻ്റെ നമ്മുടെ ക്യാപിറ്റൽ കൂടുന്നതനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കും. അതിന് പ്രോഫിറ്റ് ഷെയർ നമുക്ക് നമുക്ക് 100% വരെ കിട്ടും. അത് ഓരോ സ്കെയിലപ്പിലേക്കും വരുമ്പോഴാണ് അത് വരുന്നത്. അതുപോലെ ബോണസ് നമുക്ക് $5 ഫസ്റ്റ് ഫേസ് കഴിയുമ്പോൾ തന്നെ കിട്ടും. അതിനുശേഷം നമുക്കതിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. കോസ്റ്റ് വരുന്നത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇതാണ് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സംഭവം. $95 ബൂട്ട് ക്യാമ്പ് ഫസ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 100K എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അവരുടെ സ്കില്ല് ടെസ്റ്റ് ചെയ്യാം വലിയ രീതിയിൽ. ഇതിലിപ്പോൾ ഫെയിൽ ആയെന്ന് വിചാരിച്ച് ആകുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വീണ്ടും നമുക്ക് ഒരു പ്രാവശ്യം കൊണ്ടും ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു $500 പോകുന്നതിലും ഏറ്റവും ബെറ്ററായിട്ട് 100K എടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു ചലഞ്ച് വളരെ നല്ല ഒരു ഇതായിരിക്കും. അവർക്കൊരു സ്റ്റോപ്പ് ലോസിൻ്റെ അവരൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമുണ്ട്, അത് ശ്രദ്ധിക്കണം എല്ലാവരും. ഈ ഒരു ചലഞ്ചിൽ സ്റ്റോപ്പ് ലോസ് റിക്വയർ ഓൾ പൊസിഷൻസ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വരണം. അതിന് ഇത്ര ടൈം എന്നില്ല, പക്ഷേ നമ്മളത് കീപ്പ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. 2% ആണ്. അല്ലാതെ ഇപ്പം മിക്ക കമ്പനികളും പെട്ടെന്ന് പറയുന്ന പോലെ 2 മിനിറ്റിനുള്ളിൽ വരണം, 10 സെക്കൻഡിനുള്ളിൽ 30 അങ്ങനെ ഇല്ല. ഇവിടെ നമുക്ക് കാണിക്കുന്നത് എല്ലാം നമുക്ക് സ്റ്റോപ്പ് ലോസിൻ്റെ പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അത്രയെങ്കിലും അതിനുള്ളിലെങ്കിലും വച്ചിരിക്കണം എന്നുള്ളതാണ്. അതിനും വാണിംഗ് ഉണ്ട്. നമുക്ക് 3 ടൈംസ് എന്തോ വാണിംഗ് ഉണ്ട്. ആ വാണിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അക്കൗണ്ട് ബ്രീച്ച് ആയിപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇതായെന്ന് വെച്ച് പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം പിന്നീട് കിട്ടും. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി അക്കൗണ്ട് വിത്ത് 5 വയലേഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആയിപ്പോവും. എനിക്ക് ആ സ്റ്റോപ്പ് ലോസ് റൂൾ ഞാൻ ചെയ്ത സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ വാണിംഗ് മെസ്സേജ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമുക്കത് എക്സ്പോഷറിനെ കുറിച്ചാണ് അവർ എഴുതിയത്. ന്യൂസ് ട്രേഡ് വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ട. ന്യൂസ് ട്രേഡ് അലൗഡ് ആണ്. ബ്രാക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ഓവർനൈറ്റ് പൊസിഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. 30 ദിവസം നമുക്ക് ഇന്നാക്റ്റീവ്. 30 ദിവസം നമ്മൾ ട്രേഡ് ആക്റ്റീവ്. ആദ്യം 20 ദിവസമായിരുന്നു. 20 ദിവസമായിരുന്നു ആദ്യം. ഇതിപ്പോൾ 30 ദിവസമാക്കിയിട്ട് കലണ്ടർ ഡേ സൺഡേയും കൂടിയും കൂട്ടും അതിനകത്ത്. അപ്പോൾ അതുപോലെ തന്നെ നമ്പർ ആക്റ്റീവ് പെർ ഡേ. ഫസ്റ്റ് പേ ഔട്ട് കിട്ടുന്നത് 14 ഡേയ്സിനുള്ളിലാണ് വരുന്നത്. ടേംസ് ആൻഡ് കണ്ടീഷനിലേക്ക് പോകുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതും നമ്മൾ വായിച്ചിരിക്കുക. ഫൈസൻ ഓൺലൈൻ ഫണ്ടിങ് ഗ്രോത്ത് കമ്പനിയെ കുറിച്ചുള്ള UK ബേസ്ഡ് ആണ്, രജിസ്റ്റേർഡ് ഓഫീസ് കാര്യങ്ങൾ, പ്രോഗ്രാം മിഷൻസ്, പർച്ചേസ് എഗ്രിമെൻറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻസ് വളരെ ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്കില്ലുള്ള ട്രേഡേഴ്സിനാണ് അവർ മെയിനായിട്ട് തന്നെ പ്രോഫിറ്റ് സ്ട്രാറ്റജി, ഹൈ ഫ്രീക്വൻസി ടിക്സ് സ്കാൽപ്പിംഗ് ചെയ്യരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിപ്പോൾ ഇതാ ഒരു ചലഞ്ച് ബൂട്ട് ക്യാമ്പാണ് ഇതിൻ്റെ ചലഞ്ചിൻ്റെ പേര്. അതിനുശേഷം വരുന്നത് ഹൈപ്പർ ഗ്രോത്ത് എന്ന് പറഞ്ഞ ചലഞ്ചാണ്.
നമുക്ക് എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാർക്കും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു ഇതാണത്. ഇവരുടെ പ്ലാനിലുള്ളതിൽ ഏതെടുക്കണം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഹൈപ്പർ ഗ്രോത്ത് നമുക്കിവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒറ്റ സിംഗിൾ ഇതിൽ മാത്രം ചെയ്യാവുന്ന, അതായത് ഒരൊറ്റ ടാർഗറ്റ് മാത്രം വച്ചിട്ടുള്ള ഒരു പ്ലാനാണ് ഇതിൻ്റെത്. ടൈം പ്രഷറും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 30 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നോ 20 ദിവസത്തിനുള്ളിൽ തീർക്കണമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. എൻട്രിയിൽ നമുക്ക് എവിടെയാണ് തുടങ്ങേണ്ടത്, നമുക്കിപ്പോൾ 10K ഇതാണ് സ്റ്റാർട്ടിങ് വരുന്നത്. നമുക്ക് ഏകദേശം വാല്യൂഷൻ ഫണ്ടിങ് ക്യാപിറ്റൽ 5K വരുമ്പോൾ നമുക്ക് വരുന്നത് ഏകദേശം 15 USD ആണ് വരുന്നത്. നമുക്ക് ടാർഗറ്റ് 10% ആയിരിക്കും വരുന്നത്. ക്യാപിറ്റൽ നമുക്ക് 5K ആയിരിക്കും വരുന്നത്. നമുക്ക് ഇതിൻ്റെ ഈ 5Kയുടെ ഇതിൻ്റെ 10% ആണ് നമ്മൾ നോക്കുന്നത്. സ്റ്റോപ്പ് ഔട്ട് ലെവൽ 6% ആണ്. അത് ശ്രദ്ധിക്കണം. നമ്മൾ 6% താഴത്തേക്ക് പോയാൽ നമ്മുടെ അക്കൗണ്ട് ഇത് ചെയ്തു പോകും. ഡെയിലി പോസ്റ്റ് 3% ആണ്. പ്രോഫിറ്റ് സ്പ്ലിറ്റും 100% ഉണ്ട്. ടൈം ലിമിറ്റ് അൺലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഇന്നാക്റ്റീവ് പീരീഡ് അതിനകത്ത് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതും ശ്രദ്ധിക്കണം. നമ്മളൊരു അൺലിമിറ്റഡ് ടൈം എന്ന് വെച്ചിട്ട് ചെയ്യാണ്ടിരുന്നത് രണ്ടാമത് ചെയ്യാൻ വരുമ്പോൾ ചിലപ്പോൾ ഇന്നാക്റ്റീവ് ആവാനും ഉള്ള സാധ്യതയുണ്ട്. ലിവറേജ് 1:30 ആണ്. ലിവറേജ് വളരെ കുറവാണ്. വൺ ടൈം ഫീ ഏകദേശം 1 ടൈം ചലഞ്ച് ആയത്, 1 സ്റ്റെപ്പ് ചലഞ്ച് ആയതുകൊണ്ട് തന്നെ ഫീസ് കുറച്ച് കൂടുതലാണ്. ബോണസായിട്ട് $15 മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ അതും ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് അതുപോലെ തന്നെ അപ്ലൈ ഫോർ 100K ഇത് വാല്യുവേഷൻ സൈൻ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓരോ ടാർഗറ്റ് എത്തുമ്പോഴും അവരുടെ ഫണ്ട് ഇൻക്രീസ് ചെയ്യും. അതാണ് അവർ മെയിനായിട്ട് ഇത് ചെയ്തേക്കുന്നത്. 4 മില്യൺ വരെ നമുക്ക് ഗ്രോത്ത് ഇത് ചെയ്ത് കിട്ടും. MT5 ഹെഡ്ജ് ഇതാണ് നമുക്ക് കരുതുന്ന പ്ലാറ്റ്ഫോം. 14 ഡേയ്സ് ആണ് പേ ഔട്ട്. ഓരോ ചലഞ്ചിന് 10K ഫണ്ട് ലെവലാകുമ്പോൾ നമ്മൾ ആദ്യം ടാർഗറ്റ്, മൈൽ സ്റ്റോൺ ടാർഗറ്റ്, അതാണ് ഇവരുടെ ഒരു സ്കെയിലപ്പ് പ്ലാനിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ഇനിഷ്യൽ ബാലൻസ് ആയിട്ട് 10K അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇനിഷ്യൽ ബാലൻസ് 5K ആയിരിക്കും. നമുക്കതിനകത്ത് നമ്മൾ ടാർഗറ്റ് 10% ടാർഗറ്റ് ആവണം. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. 10% ഫസ്റ്റ് സ്റ്റെപ്പ് ആയതുകൊണ്ട് നമ്മൾ ആ ഒരു 500 USD എത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഫസ്റ്റ് ഫേസ് നമ്മൾ കഴിഞ്ഞു. അതിന് ശേഷമാണ് നമുക്ക് അപ്പോഴാണ് നമുക്ക് 10K അക്കൗണ്ടിലേക്ക് വരുന്നത്. അത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ 5K ഇതിവിടെ ഇങ്ങനെ കാണിക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വരും. പക്ഷേ ഫസ്റ്റ് ഇത് വെച്ചിട്ടാണ് ട്രേഡിംഗ്, 5K അക്കൗണ്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതിന് ശേഷമാണ് അത് പാസ്സായതിനു ശേഷമാണ് ശരിക്കും റിയൽ 10K ഇതിലേക്ക് പോകുന്നത്. അപ്പോൾ അതിന് ശേഷം ഇവിടെയൊക്കെ എഴുതിയിട്ടുണ്ട് ഓരോ ബോണസ് കിട്ടുന്ന ഒരു പരിപാടിയുണ്ട്. അത് നല്ലൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് ടാർഗറ്റ് എടുക്കുമ്പോൾ ഒരു $25 ബോണസ് ഉണ്ട്. 75% നമുക്ക് കിട്ടും. പ്രോഫിറ്റ് സ്പ്ലിറ്റ് 4 മില്യൺ വരെ നമുക്ക് ഇത് കിട്ടും. ഇതാണ് ഇവരുടെ 1 സ്റ്റെപ്പ് ചലഞ്ച്. ഹൈപ്പർ ഗ്രോത്ത് പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ മാറിപ്പോകരുത്. പല ചലഞ്ചുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ചലഞ്ചസ് മാറിപ്പോകരുത്. പിന്നെ അവർ നമ്മൾ അക്കൗണ്ടൊക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ MT5 നമ്മൾ പാസ്വേഡ് ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെന്തായാലും മാറ്റി തരില്ല അക്കൗണ്ട്. അതെല്ലാ ഫേംസും അങ്ങനെ തന്നെയാണ്. ഹൈസ്റ്റേക്ക് ചലഞ്ച് ഈ ഒരു ചലഞ്ചാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ നമുക്കിത് അൺലിമിറ്റഡ് ടൈമാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴും ശ്രദ്ധിക്കണം. ഒരു ഇന്നാക്റ്റീവ് എന്ന് പറയുന്ന പരിപാടി എല്ലാ കമ്പനികൾക്കും ഇപ്പോൾ നിലവിലുണ്ട്. കഴിഞ്ഞ ദിവസം ആൽഫയും ഈ പറഞ്ഞ പോലെ ഇന്നാക്റ്റീവ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആൽഫയ്ക്ക് ഇല്ലായിരുന്നു, അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റൊരു കമ്പനി ഓഫർ കൊടുത്തിരുന്നു 30 ഡേയ്സ്, അങ്ങനെ എത്ര ദിവസം എന്നുള്ള ഇന്നാക്റ്റീവ് പീരീഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഓഫർ ഇക്വിറ്റി എഡ്ജ് കൊടുത്തിരുന്നു. അപ്പോൾ അതൊരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും ഇത് കുറേ നാൾ വരെ ചലഞ്ചസിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാനൊക്കെ എടുക്കുമ്പോൾ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ പാസ്സാകണമായിരുന്നു. എന്തായാലും ഈ ഒരു പിപ്സൊക്കെ പോലത്തെ കമ്പനികളൊക്കെ വന്നതിന് ശേഷം, MFF ഒക്കെ വന്നതിന് ശേഷമാണ് FTMO പോലും അത്തരം ചലഞ്ച് 30 ദിവസത്തിനുള്ളിൽ പാസ്സാക്കണം എന്നുള്ള റൂളൊക്കെ എടുത്ത് കളഞ്ഞത്. ഇവിടെ നമുക്ക് നോക്കിയാൽ 2 സ്റ്റെപ്പ് ഇവാലുവേഷൻ റിസീവ് ബെസ്റ്റ് ഗ്രോത്ത് പ്ലാൻ അവൈലബിൾ എന്ന് എഴുതിയിട്ടുണ്ട്. നമുക്കിവിടെ 5K സ്റ്റാർട്ടിങ് അത് ശ്രദ്ധിക്കണം. ഇത് 2 സ്റ്റെപ്പാണ്. ഇതിൻ്റെ പേര് ഹൈസ്റ്റേക്ക്. ഇതാണ് മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും സെലക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ എടുക്കുക, ഇവരെ ഒരു മൂന്നാമത് കാണുന്നത് ഹൈസ്റ്റേക്ക് എന്ന് കാണുന്നത്. അപ്പോൾ ഇതിലെടുക്കുക. നമുക്ക് 5K അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ചാർജ് വരുന്നത് 39 USD ആണ്. 39 USD ചിലപ്പോൾ ഒരു 5% ചിലപ്പോൾ നമ്മുടെ റെഫറലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഓഫർ കിട്ടിയേക്കാം. ഇവർ അങ്ങനെ പ്രത്യേകിച്ച് ഓഫറൊന്നും കൊടുക്കുന്ന കമ്പനിയല്ല. അങ്ങനെ പ്രത്യേകിച്ച് ഓഫറും കൊടുക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. ഇന്ന ഡേറ്റിനും ടൈമിലും കണ്ടിട്ടുമില്ല. അതുപോലെ തന്നെ അൺലിമിറ്റഡ് പീരീഡ് എന്ന് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ്, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അക്കൗണ്ട് എടുക്കുന്ന ആൾക്കാർ 3 ദിവസം മസ്റ്റായിട്ട് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇവർക്ക് ഒരു പെട്ടെന്ന് ശ്രദ്ധിക്കാത്തൊരു ഇതുണ്ട്, 0.50 വച്ചിട്ട് 3 ദിവസം നമുക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരു 5000-നാകുമ്പോൾ $25 എങ്കിലും 3 ദിവസം. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങളിൽ വേണമെന്നില്ല. ഒട്ടുമിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ട് 0.50 എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട. നമ്മൾ എപ്പോഴാണോ ചലഞ്ച് പാസ്സാവുന്നത്, നമ്മളിപ്പോൾ ചിലപ്പോൾ നിങ്ങളിപ്പോൾ എന്താ പറയുക,
ടാർഗറ്റ് 8% ആയിട്ടും ചിലപ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ട് കിട്ടാതെ വരുമ്പോഴുള്ള റീസൺ ഇതാണ്. നിങ്ങൾ മിനിമം പ്രൈസ് കംപ്ലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് അക്കൗണ്ടും കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഒരു $0.50 എന്ന് പറയുന്ന ഒരു ഇതും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു $25 കൂടി നിങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ 3 തവണ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് $25 എന്നല്ല, അതിന് മുകളിലായാലും കുഴപ്പമില്ല, ഒരു എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്കൗണ്ട് കിട്ടുള്ളൂ, ചലഞ്ച് പാസ്സാവുള്ളൂ. അത് ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. മാക്സിമം ഡെയിലി ലോസ് 5%, എല്ലാ കമ്പനികൾക്കും ഉള്ളവരാണ് 5% ആണ് ഡെയിലി ലോസ്. അതുപോലെ തന്നെ മാക്സിമം ലോസ് നമ്മുടെ ഏറ്റവും കൂടുതൽ വരുത്താവുന്ന ആ അക്കൗണ്ടിൽ ഏറ്റവും കൂടുതൽ വരുത്താവുന്ന ലോസ് എന്ന് പറയുന്നത് $500 ആണ്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് 8% ആണ്, $400 ആണ് ടാർഗറ്റ്. നമുക്ക് കോസ്റ്റ് വരുന്നത് 39 ആണ്. അതിനകത്ത് നമുക്ക് ഒരു $5 ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയുമ്പോൾ നമുക്ക് റീഫണ്ടായിട്ട് കിട്ടും. അത് നമുക്ക് റീഫണ്ട് എമൗണ്ട് ആയിട്ട് കിട്ടില്ല, അതെന്തെങ്കിലും അടുത്ത നെക്സ്റ്റ് പർച്ചേസിന് കുറച്ച് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും. അതാണ് ഇവരുടെ ഒരു സ്കീം. അതുപോലെ തന്നെ സ്റ്റെപ്പ് 2ലേക്ക് വരുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ 3%, മാക്സിമം ഡെയിലി, അതെല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആ ഒരു ഇത് കൂടി വരുമ്പോൾ സ്റ്റെപ്പ് 2 നമ്മൾ കംപ്ലീറ്റ് ആവുകയാണ്. ടാർഗറ്റിൽ മാറ്റമുണ്ട്, അത് ശ്രദ്ധിക്കണം. പറഞ്ഞെന്നുള്ളൂ. 8% ഫസ്റ്റിൽ ഉണ്ട്, ഇതിലേക്ക് വരുമ്പോൾ 5%. എല്ലാ കമ്പനികളും നോർമലി അങ്ങനെ തന്നെയാണ്. ഇവിടെ റിവാർഡോ റീഫണ്ടോ ഒന്നുമില്ല. അതിനുശേഷമാണ് നമുക്കിങ്ങനെ അൺലിമിറ്റഡ് എന്നല്ല, ഐഡൻറ്റിഫൈഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിലാണ് ഇനാക്റ്റീവിൻ്റെ കാര്യങ്ങൾ വരുന്നത്. 3-4 സ്കെയിൽ, അതായത് മിനിമം പ്രോഫിറ്റബിൾ ഡേയ്സ് എന്ന് പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു പേ ഔട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു എമൗണ്ട് പേ ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ സ്കെയിലിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ 3 ദിവസം പ്രോഫിറ്റബിൾ ആയിരിക്കണം. നേരത്തെ പറഞ്ഞ 0.50 വെച്ചെടുത്താൽ മാത്രമേ നമ്മളിപ്പം പേ ഔട്ട് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ഒരു 0.50 വെച്ചിട്ട് 3 ദിവസമെങ്കിലും പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സ്കെയിലപ്പ് ചെയ്ത് ഇവരുടെ അക്കൗണ്ട് സ്കെയിൽ ചെയ്ത് കിട്ടുള്ളൂ. മാക്സിമം ഡെയിലി ലോസ് 5% ആണ്, മാക്സിമം ലോസ് 10% ആണ്. പ്രോഫിറ്റ് ടാർഗറ്റ് അതായത് 10, ഇതാണ് ശ്രദ്ധിക്കണം. 10% ഫസ്റ്റ് പേ ഔട്ട് എടുക്കുന്ന സമയത്ത് 10% ആയാൽ നമുക്ക് ഈ 5K അക്കൗണ്ട് നമുക്ക് സ്കെയിലപ്പ് ചെയ്ത് കിട്ടും. ഇവിടെ എഴുതിയിട്ടുണ്ട്, 7,500ലേക്ക് അത് സ്കെയിലപ്പ് ചെയ്ത് കിട്ടും. ടാർഗറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് 7,500. അപ്പോൾ വളരെ നമുക്ക് നല്ലൊരു സ്കീമാണ്. സ്കെയിലപ്പ് ഏറ്റവും ബെറ്റർ ചൂസ് ചെയ്യാൻ പറ്റിയത് 5 years ആണ്. മറ്റ് കമ്പനികളും ഇങ്ങനത്തെ സ്കെയിലപ്പ് പ്ലാൻ വളരെ കുറവാണ്. നമ്മുടെ ഫണ്ടിങ് ബിപ്സിൻ്റെ ഉണ്ട്, 4, 5, 6 പേ ഔട്ട് എടുത്ത് കഴിയുമ്പോൾ എനിക്കൊരു പേ ഔട്ടും കൂടി മിസ്സായതായിരുന്നു. അല്ലെങ്കിൽ എനിക്കൊരു സ്കെയിലപ്പ് കിട്ടിയിരുന്നു അവരുടെ ഫണ്ടിങ് ബിപ്സിൻ്റെ, ജാനുവരി ആ സമയത്ത് കിട്ടിയിരുന്നു. അവരെ കുറച്ചുകൂടി ടഫാണ്, പക്ഷേ ഇത് അത്രയും പ്രശ്നമില്ല. നമ്മൾ അവർക്ക് മെയിൽ അയക്കണം അങ്ങനെ, പക്ഷേ ഇവരത് ഓട്ടോമാറ്റിക് തന്നെ നമുക്ക് ഫണ്ട് ആഡ് ചെയ്തിട്ടാണ് അടുത്ത പേ ഔട്ട് സർക്കിളിൻ്റെ സമയത്ത് വരുന്നത്. അപ്പോൾ 10% എടുക്കണം, എന്നാലും സ്കെയിലപ്പ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ 3 പ്രോഫിറ്റ് ഡേയ്സും സ്കെയിലപ്പിൽ പെടുന്ന ഒരു സംഭവമാണ്. 3 ദിവസം പ്രോഫിറ്റബിൾ ഡേ വേണം. അതുപോലെ തന്നെ സ്കെയിലപ്പ് ചെയ്യാനാണ് കേട്ടോ, പേ ഔട്ട് എടുക്കാനായിട്ട് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല. കോസ്റ്റ് റീഫണ്ട് ചെയ്യുന്നത് ആ ഒരു സമയത്ത് പേ ഔട്ടിൻ്റെ സമയത്താണ്. നമുക്ക് പ്രോഫിറ്റ് ഷെയർ 80 to 100% ഉണ്ട്. അതുപോലെ സ്കെയിലപ്പ് ചെയ്ത് വരുമ്പോൾ അതിൽ ചേഞ്ചസ് ഉണ്ടാകും. ലിവറേജ് 1:100 ആണ്, ലിവറേജ് അത്യാവശ്യം ഉണ്ട്. ഡെയിലി ലോസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളാണ്. നമുക്ക് ഏതൊക്കെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ക്രിപ്റ്റോയിൽ നമുക്ക് ചെയ്യാം, പക്ഷേ ലിമിറ്റഡ് ആയിട്ടുള്ള അസറ്റ്സ് ആണ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാറ്റ്ഫോം MT5 ആണ്. ഒരു C-Trade ഈ അടുത്ത് മാറുന്നു അല്ലെങ്കിൽ മാറ്റുന്നു എന്ന് കണ്ടു, പക്ഷെ അതൊന്നും ഇതായിട്ട് കാണില്ല. പ്രോഫിറ്റ് സ്പ്ലിറ്റും അതിനൊപ്പം മന്ത്ലി സാലറിയും കാര്യങ്ങളുണ്ട്. താഴത്തേക്ക് വരുമ്പോൾ സ്കെയിലപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. പേ ഔട്ട് എല്ലാ കമ്പനിയും പോലെ തന്നെ 14 days ആണ്, 14 days ആൻഡ് എവറി 2 weeks ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, അതുപോലെ സ്കെയിലപ്പ് നല്ലൊരു പ്ലാൻസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ 80 to 20 ആണ് അതിൽ വരുന്നത്. ഇവിടെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു സ്കെയിലപ്പ് സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് നമുക്ക് മന്ത്ലി സാലറി ആയിട്ട് $4,000 തരുന്നത്. അതുപോലെ തന്നെ പ്രോഫിറ്റ് സ്പ്ലിറ്റും ഏകദേശം 100% ആയിരിക്കും. അപ്പോൾ നമ്മൾ 5K നിന്ന് 35,000 വരും. പക്ഷേ അവർ സ്കെയിലപ്പ് ചെയ്ത് പെട്ടെന്ന് വരുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ടഫാണ്. ഞാൻ എവിടെയോ ഒരു വീഡിയോ കണ്ടിരുന്നു, ആരോ ഒരാൾ സ്കെയിലപ്പ് എടുത്തേക്കുന്നതായിട്ട് ഞാൻ എവിടെയോ കണ്ടിരുന്നു. അതിനുശേഷം അതുപോലെ തന്നെ ഇവർക്ക് 25K അക്കൗണ്ട് ഇല്ല, അതൊരു ബാക്കാണ്. 25K മറ്റ് കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇല്ല ഇവർക്ക്. അതുപോലെ തന്നെ $165 ആണ് വരുന്നത്. നമുക്ക് 100K ആണ് ഞാൻ ഏറ്റവും കൂടുതൽ, അപ്പോൾ എനിക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റുക 100K ആയിരിക്കും. $495 ആണ്. മറ്റ് കമ്പനികൾ ഒരു $20 കൂടി ഡിസ്കൗണ്ട് കിട്ടിയേക്കാം, കാരണം 5% ഡിസ്കൗണ്ട് നമ്മുടെ റെഫറൽ യൂസ് ചെയ്യുന്നവർക്ക് 5% ഡിസ്കൗണ്ട് കിട്ടിയാൽ ഒരു $20 കുറയും, 470 ആയി മാറും. അത്രേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ സെയിം പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അതിനകത്ത് എല്ലാ കാര്യങ്ങളും വരുന്നത്. പിന്നെ വരുന്നത് ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വേറെ സൈറ്റിലേക്ക് പോകുന്ന എന്നാണത്. നമുക്ക് ഞാൻ ഇതുവരെയായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടില്ല. നമ്മളെന്തായാലും അധികം പേര് അത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മളത് നോക്കുന്നുമില്ല. അതിനുശേഷം നമുക്കിവിടെ നമുക്കിപ്പോൾ ചലഞ്ച് പർച്ചേസിങ് നമുക്കൊരു 5K അക്കൗണ്ട് ആണെങ്കിൽ ജോയിൻ ഫോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഹബിലേക്ക് പോകും.
ഇതിപ്പോൾ ഞാൻ ചലഞ്ചസ് ഒക്കെ എടുത്തിട്ട് ലോസായതും പാസ്സായതും ആയിട്ടുള്ള ഒരു അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ലോസും ഫസ്റ്റ് എടുത്ത അക്കൗണ്ട്സൊക്കെ ലോസായ ഇതാണ്. നമ്മളെല്ലാവരെയും പോലെ തന്നെ നമ്മളും എല്ലാവരും ലോസും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആരും അധികായകരായിട്ട് ആരുമില്ല. നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഹൈപ്പർ ഗ്രോത്ത്, ഹൈ സ്റ്റേക്കാണ് നമ്മൾ ഒട്ടുമിക്ക ആൾക്കാരും എടുക്കാൻ ഇത് ചെയ്യാറ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് ഏത് പ്ലാറ്റ്ഫോമാണ് വേണ്ടത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഇതിപ്പോൾ ഞാൻ മെയിൽ ഐ ഡി വെച്ച് കയറിയേക്കണ കാരണമാണ് ഇവിടെ എൻ്റെ പേര് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. മെയിൽ ഐ ഡി ഓൾറെഡി അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് പേര് ഇവിടെ ആഡ് ചെയ്യണം. അത് പിന്നീട് ചില കമ്പനികളൊക്കെ KYCന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പേ ഔട്ടിൻ്റെ സമയമാകുമ്പോഴാണ് പല കമ്പനികളും ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിക്കുക, ഇത് ചെയ്യാം. നമുക്ക് പ്ലേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ട് കൊടുത്ത് നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കാവുന്നേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫയേഴ്സിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഫയേഴ്സിന് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നുന്നത് പേ ഔട്ട് റിജക്ഷൻ തന്നെയാണ്. പേ ഔട്ട് റിജക്ഷൻ വളരെ കുറവായിട്ടുള്ളൊരു ഫേമാണ്. അപ്പോൾ ഇത്രയും ക്യാമ്പുകളൊക്കെയാണ് ഇവർക്കുള്ളത്. അതിലെനിക്ക് അട്രാക്റ്റീവ് ബൂട്ട് ക്യാമ്പ് തന്നെയാണ്. ഏകദേശം $95 നല്ലൊരു ക്യാമ്പ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഹൈപ്പർ ഗ്രോത്ത് ആണെങ്കിലും 1 സ്റ്റെപ്പ് ചലഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഗ്രോത്ത് ചെയ്ത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു പേരും ഇട്ടേക്കുന്നത്, ഹൈപ്പർ ഗ്രോത്ത് എന്ന്. പിന്നെ അതുപോലെ തന്നെ ഇവർക്ക് മിക്കപ്പോഴും യൂട്യൂബിൽ ലൈവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ലൈവ് ട്രേഡിംഗ് സെഷൻസ് ഉണ്ടാവാറുണ്ട്. അത് തന്നെ വാച്ച് ചെയ്ത് അത്യാവശ്യം നമുക്ക് ട്രേഡിംഗ് സ്കില്ലും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫോറക്സിൽ ബ്ലോഗ് ഉണ്ട്, നമുക്ക് ന്യൂസ് സെൻറ്റിമെൻറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ള കുറേ കാര്യങ്ങളും ഇവിടെ എഴുതിയിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, FAQ, പാർട്ട്നേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഇതായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരുവിധം ഫയേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലഗ്രാമിൽ മെസ്സേജ് അയക്കുക. ഡിസ്ക്രിപ്ഷനിൽ താഴെ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റി ഉണ്ട്. ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ എടുക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റിയും ഉണ്ട്. ആരെങ്കിലുമൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഒരുവിധം ഫണ്ടഡ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഫോറക്സിലോ ട്രേഡ് ചെയ്യുന്നവരെ മാത്രമാണ് പ്രീമിയം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാറുള്ളൂ. അല്ലാതെ വെറുതെ വന്നിരിക്കാൻ വേണ്ടി ആരെയും അതിനകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യാറില്ല. പരമാവധി ഞാൻ അവരിൽ നിന്നും ഡീറ്റെയിൽസ്, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണോ, എത്ര നാളെ ട്രേഡ് ചെയ്യുന്നു, എനിക്ക് അതിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് വേണം, ഇത്രയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അക്കൗണ്ട്സിലേക്ക് ആഡ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അക്കൗണ്ട്സ് ഉള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യാം. പരമാവധി ഫണ്ടഡ് അക്കൗണ്ട്സ് ഒക്കെ ഉള്ളവരോ അല്ലെങ്കിൽ ഫോറക്സിൽ അക്കൗണ്ട് ഉള്ളവരോ ചെയ്യാം. നിഫ്റ്റിയിലെ അക്കൗണ്ട് ഉള്ളവരും വന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ട്രേഡർ ആയിരിക്കണം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്, ഒരിക്കൽ കൂടി താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യമുള്ള സബ്ജക്റ്റ് ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ഇടുക, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ സെഷനിൽ നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം.